Friends, welcome back to our channel Wealthy Life. ITCയുടെ Q4 റിസൾട്ട് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ITCയുടെ Q4 റിസൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് 3% ഡിക്ലൈനായി. അതോടൊപ്പം തന്നെ റവന്യൂ നോക്കുകയാണെങ്കിൽ റവന്യൂ 22.6% വർദ്ധിക്കുകയും എബിറ്റ 4771 കോടി രൂപയായി മാറുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ അവിടെ 33.87% നിന്നും 31.62% ഡിക്ലൈൻ ആവുകയും Q4 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 5 രൂപ 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽഡ് Q4 റിസൾട്ട് അനാലിസിസിലേക്കും ഡിവിഡൻഡ് ഇൻഫർമേഷനിലേക്കും കടക്കുന്നതിന് മുൻപേ വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ITCയുടെ കൺസോളിഡേറ്റഡ് Q4 റിസൾട്ട് അനാലിസിസിലേക്ക് കടക്കാം. കൺസോളിഡേറ്റഡ് Q4 റിസൾട്ടിൻ്റെ ഭാഗമായി കമ്പനിയുടെ ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 2020 Q4 ഈ കമ്പനിയുടെ ടോട്ടൽ ഇൻകം 13,228 കോടിയായിരുന്നു. ലാസ്റ്റ് ക്വാർട്ടറിൽ ഇത് 14,670 കോടിയായിരുന്നു. ഈ ക്വാർട്ടറിൽ ഇത് 15,983 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും കമ്പനിയുടെ ഇൻകം വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസും ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതായത് 8,484 കോടിയിൽ നിന്നും കമ്പനിയുടെ എക്സ്പെൻസ് 10,944 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 9,765 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 10,944 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇൻകത്തിന് പ്രൊപ്പോർഷണലായിട്ടുള്ള രീതിയിൽ എക്സ്പെൻസിലും വർധനവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഹൈക്ക് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കാണാൻ സാധിക്കും. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2020 Q4 4,743 കോടിയായിരുന്നു. അത് ഉയർന്ന് 5,039 കോടിയായി മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 4,904 കോടിയിൽ നിന്നും 5,039 കോടിയായി കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് ഈ ക്വാർട്ടറിലും അതുപോലെ തന്നെ ലാസ്റ്റ് ക്വാർട്ടറിലും കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് വർദ്ധിച്ചത് കാരണം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2020 Q4 കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് 982 കോടിയായിരുന്നു. ഇപ്പോൾ അത് 1,263 കോടിയായി മാറിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 1,285 കോടിയായിരുന്നു. ഇതുമൂലം കമ്പനിയുടെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതായത് 2020 Q4 കമ്പനിയുടെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് 3,926 കോടിയായിരുന്നു. അത് ഡിക്ലൈൻ ചെയ്ത് 3,816 കോടിയായി മാറിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് 3,587 കോടിയായിരുന്നു. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ ടാക്സ് എക്സ്പെൻസ് വർദ്ധിച്ചത് കാരണം കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ EPSയിലേക്ക് കടക്കാം. ITCയുടെ EPS നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ EPSും ഇയർ ഓൺ ഇയറിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആവുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകും. അതായത് 3 രൂപ 14 പൈസ എന്ന ലെവലിൽ നിന്നും EPS 3 രൂപ 5 പൈസ എന്ന ലെവലിലേക്ക് കുറഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2 രൂപ 87 പൈസ എന്ന ലെവലിൽ നിന്നും 3 രൂപ 5 പൈസ എന്ന നിലയിലേക്ക് EPS മെച്ചപ്പെട്ടു. അതായത് പ്രോഫിറ്റിന് പ്രൊപ്പോർഷണലായിട്ടാണ് EPS വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള രീതിയിൽ ഒരു EPSൽ വ്യത്യാസം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ITCയുടെ സെഗ്മെൻറ്റഡ് വൈസ് റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസിലേക്ക് കടക്കാം. ITCയുടെ ബിസിനസ്സിൻ്റെ ഒരു മേജർ പാർട്ടായ FMCG സെക്ടറിൽ തന്നെ 2 സെക്ടറുകളാണുള്ളത്. ഒന്ന് സിഗരറ്റ് ഓറിയൻറ്റഡ് FMCG സെക്ടറും അതുപോലെ തന്നെ അതർ FMCG സെക്ടറും. ഇതിൽ സിഗരറ്റ് ഓറിയൻറ്റഡ് FMCG സെക്ടറിൽ കമ്പനിയുടെ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് 5,750 കോടിയിൽ നിന്നും 6,508 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 6,091 കോടിയിൽ നിന്നും 6,508 കോടിയായി സിഗരറ്റ് ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതർ FMCG ബിസിനസ് നോക്കുകയാണെങ്കിൽ 3,190 കോടിയിൽ നിന്നും 3,694 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 3,752 കോടിയിൽ നിന്നും 3,694 കോടിയായി അതർ FMCG ബിസിനസ്
ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഹോട്ടൽ സെക്ടറിലെ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 494 കോടിയിൽ നിന്നും 302 കോടിയായി ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 248 കോടിയിൽ നിന്നും ഹോട്ടൽ സെക്ടറിലെ റവന്യൂ 302 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ആഗ്രി ബിസിനസ്സിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ബിസിനസ്സിൽ കമ്പനിയുടെ റവന്യൂ 1899 കോടിയിൽ നിന്നും 3383 കോടിയായി വർദ്ധിച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 2694 കോടിയിൽ നിന്നും 3383 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. പേപ്പർ ആൻഡ് പാക്കേജിംഗ് ഇൻഡസ്ട്രിയിൽ കമ്പനിയുടെ റവന്യൂ 1458 കോടിയിൽ നിന്നും 1685 കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 1477 കോടിയിൽ നിന്നും 1685 കോടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഹോട്ടൽ സെഗ്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാ സെഗ്മെൻറ്റിലും കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ FMCG സെക്ടറിലെ സിഗരറ്റ് സെക്ടറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. 7483 കോടിയിൽ നിന്നും 7287 കോടിയായി FMCG സിഗരറ്റ് സെക്ടറിലെ പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 7586 കോടിയിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് 7257 കോടിയായി മാറിയിട്ടുണ്ട്. അതായത് ITCയുടെ ക്വാർട്ടർ 4 റിസൾട്ട് വരുന്നതിന് മുൻപേ ഉള്ള മാർക്കറ്റ് എസ്റ്റിമേഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഒരു മ്യൂട്ടഡ് പ്രോഫിറ്റും അതുപോലെ തന്നെ സിഗരറ്റിൽ നിന്നുള്ള റവന്യൂവിൽ അല്ലെങ്കിൽ സിഗരറ്റിൽ നിന്നുള്ള പ്രോഫിറ്റിൽ 2% ഡിക്ലൈനുമാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത്. അതിന് മാച്ച് ആകുന്ന ഒരു ക്വാർട്ടർ 4 റിസൾട്ടാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. ITCയുടെ FMCG അതർ, അതായത് സിഗരറ്റ് കൂടാതെയുള്ള FMCG ബിസിനസ്സിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 8880 കോടിയിൽ നിന്നും 11517 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് നല്ല രീതിയിലുള്ളൊരു മാർജിനൽ ഗ്രോത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 12056 കോടിയിൽ നിന്നും 11517 കോടിയായി ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. ഹോട്ടൽ സെക്ടറിലെ പ്രോഫിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 7563 കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ 7544 കോടിയായി ഡിക്ലൈൻ ആയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 7562 കോടിയിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് 7544 കോടിയായി മാറിയിട്ടുണ്ട്. ആഗ്രി ബിസിനസ് 4333 കോടിയിൽ നിന്നും ഇംപ്രൂവ് ചെയ്ത് 5375 കോടിയായി വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 4551 കോടിയിൽ നിന്നും 5375 കോടിയായി വർദ്ധിച്ചു. അതായത് അഗ്രി ബിസിനസ്സിലും FMCG ബിസിനസ്സിലും ITC എന്ന സ്റ്റോക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പേപ്പർ ആൻഡ് പാക്കേജിംഗ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ 6816 കോടിയിൽ നിന്നും 7237 കോടിയായി കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ഉയർത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 7242 കോടിയിൽ നിന്നും 7237 കോടിയായി പ്രോഫിറ്റ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 36,609 കോടിയിൽ നിന്നും 40,562 കോടിയായി കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് കടക്കാം. ITCയുടെ ക്വാർട്ടർ 4 റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 5 രൂപ 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫൈനൽ ഡിവിഡൻഡിൻ്റെ പേ ഔട്ട് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 13 ഓഗസ്റ്റ് 2021 ഫൈനൽ ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 11 ജൂൺ 2021 അതായത് 10 ജൂൺ 2021 ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അതായത് 10 ജൂൺ 2021 മുൻപേ ITCയുടെ ഷെയറുകൾ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും 5 രൂപ 75 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡ് ലഭിക്കുക. ITC എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ലോങ് ടൈം അനാലിസിസ് അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ 2017 ഓഗസ്റ്റിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ എത്തിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഒരു ബിയറിഷ് ട്രെൻഡ് തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 2020 മാർച്ചിലെ പാൻഡമിക് കറക്ഷനിൽ ഈ സ്റ്റോക്ക് ഏകദേശം 155 രൂപ എന്ന ലെവലിൽ എത്തുകയും അവിടെ നിന്നും സ്റ്റോക്ക് റീക്ലൈൻ ചെയ്ത് 200 രൂപ എന്ന സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റുമാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിലും വീക്കിലി ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് അനാലിസിസിലെ ലാസ്റ്റ് 6 ക്യാൻഡിലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഈ സ്റ്റോക്ക് 200 രൂപയ്ക്കും 240 രൂപയ്ക്കും ഇടയിലുള്ള വളരെ ടൈറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിലാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും.
ITC എന്ന സ്റ്റോക്ക് ഇത്രയധികം ടൈറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി തന്നെയാണ്. അതായത് കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയറും തമ്മിലുള്ള റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മൈനർ മാർജിൻ മാത്രമേ ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അതായത് ITCയുടെ ഏർണിംഗ് പെർ ഷെയർ 12 രൂപ 31 പൈസയും ITCയുടെ ഡിവിഡൻഡ് പെർ ഷെയർ 10 രൂപ 13 പൈസ എന്ന റേഷ്യോയുമാണ്. ഇതുമൂലം ഈ കമ്പനിയിൽ ഒരു വാല്യൂഷൻ ചേഞ്ച് വരുന്നതിന് വേണ്ടി 5 വർഷം മുതൽ 6 വർഷം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ITC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്തെന്ന് ചോദിച്ചാൽ ITC എന്ന സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതായത് റെഗുലർ ഇൻ്റർവെല്ലിൽ ഈ കമ്പനി ഡിവിഡൻഡ് വഴി നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് പേ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വോളറ്റിലിറ്റിയും സ്റ്റോക്കിൽ വളരെ കുറവാണ്. ഇനി നമ്മൾക്ക് ITC റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ടുകളെക്കുറിച്ചും റെസിസ്റ്റൻസുകളെക്കുറിച്ചും സംസാരിക്കാം. ITCയുടെ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 196 രൂപ, അതിനുശേഷം 200 രൂപ എന്നീ 2 ലെവലുകളാണ്. ITCയുടെ നിയർ ടൈം റെസിസ്റ്റൻസ് കാണുന്നത് 236 രൂപയും 240 രൂപ എന്ന ലെവലുകളാണ്. ഈ 240 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് സംഭവിക്കുകയാണെങ്കിൽ ITCക്ക് മുന്നിലുള്ള അടുത്ത റെസിസ്റ്റൻസ് 265 രൂപ എന്ന ലെവലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്